നമസ്കാരം. നാൾക്കുനാൾ ഇറാൻ സംഘർഷങ്ങൾ ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇറാനെ പൂട്ടിയേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഉക്രൈൻ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ സൈനിക വിദഗ്ധരെ വിന്യസിക്കാൻ ഉക്രൈൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനിയൻ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും എതിരെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങളെ ഇത് സഹായിക്കും. കഴിഞ്ഞ 2 ദിവസമായി ഈ വിഷയത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി സംസാരിച്ചതായും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ തടയുന്ന വിഷയത്തിൽ ഞങ്ങളുടെ ടീമുകൾ ഈ രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നാണ് സെലൻസ്കി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാന്റെ മൊബൈൽ മിസൈൽ ലോഞ്ചർ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. ഇറാന്റെ മൊബൈൽ മിസൈൽ വിക്ഷേപണ ശേഷി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഈ ഭീഷണികൾ ഞങ്ങൾ കണ്ടെത്തുകയും മാരകമായ കൃത്യതയോടെ അവയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മൊബൈൽ മിസൈൽ ലോഞ്ചറുകളാണെന്ന് അവകാശപ്പെടുന്ന ആക്രമണങ്ങളുടെ വീഡിയോകൾ സെൻട്രൽ കോം ഇതിനകം തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനെതിരായ പോരാട്ടത്തിൽ ഇസ്രയേലും അമേരിക്കയും ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചതായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇറാൻ പുതിയ ഭൂഗർഭ ബങ്കറുകളിൽ അണുബോംബ് പദ്ധതി പുനർനിർമ്മിക്കുന്നതിനാലും മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിനെയും അമേരിക്കൻ സേനയും ആക്രമിക്കാൻ ഇറാൻ പദ്ധതി ഇട്ടിക്കുന്നതിന്റെ സൂചനകൾ ഉള്ളതിനാലുമാണ് ആക്രമണങ്ങൾ അനിവാര്യമെന്ന് ഷോഷ് ബ്രെഡ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇറാനിയൻ സർക്കാർ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന്റെ കൃത്യമായ സ്ഥലം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ കിഴക്കൻ ടെഹ്റാനിലെ ഒരു കോമ്പൗണ്ടിൽ ഇസ്രായേൽ സൈന്യം വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം ലക്ഷ്യമിടുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരുന്നു. US-ഉം ഇസ്രായേലും ടെഹ്റാനിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഡിമോണ ആണവ കേന്ദ്രം ലക്ഷ്യമിടുമെന്നാണ് ഒരു ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്.